അപകടത്തിന് കാരണം വാഹനത്തിന്റെ ബ്രേക്കിലുണ്ടായ തകരാറെന്ന് പ്രാഥമിക നിഗമനം. തമിഴ്നാട് വാൽപ്പാറയിൽ അപകടത്തിൽ പരിക്കേറ്റവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് തങ്ങളും ചെയ്യുമെന്നും വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടത്തിൽ മരിച്ച അബ്ദുൾ മജീദിന്റെ വീട് പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കുകയും ചെയ്തു. മലപ്പുറം പാങ്ക് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ ഇന്നലെ വൈകിട്ട് 5:20-നാണ് വാൽപ്പാറ ചുരം റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13-ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ടു മറിഞ്ഞ് 9-ാം വളവിലേക്ക് വീഴുകയായിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത്. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് വാനിലാണ് ഡ്രൈവർ ഉൾപ്പെടെ 13 പേർ യാത്ര ചെയ്തത്. 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. വാൽപ്പാറയിലൂടെയുള്ള യാത്ര എക്കാലത്തും സാഹസികത നിറഞ്ഞതാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ മരണത്തിലേക്കാകും എത്തുന്നത്. പശ്ചിമഘട്ടത്തിൽ 3500 അടി ഉയരത്തിലാണ് വാൽപ്പാറ നഗരം. വാൽപ്പാറയിൽ ചെങ്കുത്തായി ഇറങ്ങി വരുന്ന 40 ഹെയർപിൻ വളവുകളുള്ള റോഡാണിത്. സുരക്ഷിതത്വത്തിനായി സംരക്ഷണ ഭിത്തി കെട്ടി ഓരോ വളവിനും നമ്പർ രേഖപ്പെടുത്തി വഴിയിലുടനീളം ബോർഡുകൾ സ്ഥാപിക്കുകയും അപകട മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കയറി ഇറങ്ങുന്നതിലൂടെ വാഹനത്തിന്റെ ബ്രേക്ക് കാര്യക്ഷമമല്ലെങ്കിൽ വൻ ദുരന്തത്തിലേക്കായിരിക്കും വഴി തുറക്കുക. കഴിഞ്ഞ 8 വർഷത്തിനിടെ 20-ലധികം പേരാണ് വാഹനാപകടങ്ങളിൽ ഇവിടെ മരിച്ചത്. കുത്തനെയുള്ള പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പരിചയമില്ലാത്ത ഡ്രൈവർമാർ പാടില്ലെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. വാഹനങ്ങളിൽ തുടർച്ചയായി ബ്രേക്ക് ഉപയോഗിക്കുന്നത് ബ്രേക്ക് സിസ്റ്റം ചൂടാകാനും തുടർന്ന് അത് പ്രവർത്തനരഹിതമാകുന്നതിനും നിയന്ത്രണം നഷ്ടപ്പെടാനും കാരണമാകും. ഇതുവഴി വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ താഴ്ന്ന ഗിയറിൽ വാഹനമിറക്കുന്നതിന് പകരം ബ്രേക്കിനെ ആശ്രയിക്കുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കും. പൂർണ്ണമായും സംരക്ഷണ ഭിത്തി ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നും ചെറിയൊരു കടൽ ഭിത്തി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന റിപ്പോർട്ടുകളുമുണ്ട്.